Let's go. അപ്പോൾ ദാ എയർപോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വാവനെ റെഡിയാക്കി. ഓൾറെഡി ഞാൻ റെഡിയായി, ഞങ്ങളെല്ലാവരും റെഡിയായി. ലാസ്റ്റ് ഫൈനലായിട്ട് വാവനെ വാവയായിട്ട് ലാസ്റ്റ് റെഡിയായത്. അപ്പോൾ അങ്ങനെ അവനെയും കൊണ്ട് ഞങ്ങൾ എയർപോർട്ടിൽ വന്നു. എയർപോർട്ടിൽ വന്നിട്ട് ഞങ്ങൾ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. അപ്പോൾ വാവ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ബഗ്ഗി കിട്ടി. അപ്പോൾ അതിൽ കയറി. അപ്പോൾ അത്രയും നടക്കണ്ട, ഞങ്ങൾ സ്ക്രോളർ എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ബഗ്ഗിയിൽ കയറിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റായി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ ഫസ്റ്റ് ടൈം കയറും ബഗ്ഗിയിൽ. അപ്പോൾ ഞാൻ അത് എല്ലാം ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്കെന്തോ ഭയങ്കര നാണം, ഭയങ്കര ഷൈ ആയിരുന്നു. ഇത് എല്ലാവരും നമ്മളിങ്ങനെ നോക്കുമോ ബഗ്ഗിൽ പോകുമ്പോൾ, അങ്ങനെ ഒരു തോന്നലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവിടുത്തെ ദുബായിലത്തെ എയർപോർട്ടിനുള്ള ഒത്തിരി കടയുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ പോകുന്ന എമിറേറ്റ്സിലെ ഫ്ലൈറ്റിലാണ്. അപ്പോൾ അത് ഭയങ്കര വലിയ എയർപോർട്ട്, ഒത്തിരി നടക്കാനുണ്ട്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ്. എനിക്ക് ഭയങ്കര ചീതകളൊക്കെയാണ്. അപ്പം വാവ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അവൻ കുറച്ച് സമയമൊക്കെ ഉണർന്നിരുന്നു. ബോർഡിങ് പാസ്സൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ അവൻ ഉറങ്ങി. പിന്നെ ഞങ്ങളുടെ ഗേറ്റ് നമ്പർ 14 ആയിരുന്നു. അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ അവൻ എഴുന്നേറ്റിട്ട് ഞാൻ അവൻ്റെ വീഡിയോ എടുക്കും. അവനിങ്ങനെ എല്ലാവരും നോക്കി, ലൈറ്റൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇത് കുറച്ച് മുമ്പത്തെ വീഡിയോ ആണ്. ഇവനൊരു 87 ദിവസമൊക്കെ ഉള്ളൂ. അപ്പോൾ 3 months കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇനി എങ്ങനെയാണ് ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോൾ കരയോ എന്താണ് അറിയില്ലല്ലോ. കാരണം നമ്മൾ ഓൾറെഡി നേരത്തെ ഫ്ലൈറ്റിൽ കയറുമ്പോൾ കുട്ടികളിങ്ങനെ കരയുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും പേടിയായിരുന്നു ഇവൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്റ്റിൽ ഇതൊരു മെമ്മറിക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. ഇനിയിപ്പം വലുതായി കഴിയുമ്പോൾ നമുക്ക് കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തു വെക്കും. ഓരോന്നും ഒക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചത് കൊണ്ട് ഇപ്പോൾ എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടി. അങ്ങനെ കാരണം ഇവൻ ഇവിടെയാണ് ജനിച്ചത്, ദുബായിലാണ് ജനിച്ചത്. സോ ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു 3-4 ഡേയ്സിനൊക്കെ നാട്ടിൽ പോവാം. അപ്പം എൻ്റെ പപ്പയൊക്കെ നാട്ടിലുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ മാത്രമേ അവനെ കണ്ടിട്ടുള്ളൂ. അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അമ്മയും എൻ്റെ അനിയത്തിയും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ നാട്ടിൽ പോവാം. അപ്പോൾ എല്ലാവർക്കും ഏട്ടൻ്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ അവനെ കാണാമെന്ന് വിചാരിച്ചു. പപ്പയ്ക്കൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് ദർശനപ്പെട്ടിനെയും കൊണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. അവൻ അച്ഛൻ്റെ മടിയിലാണ് ഇരുന്നത്. കളിച്ച് ചിരിച്ച് നല്ല ഹാപ്പിയൊക്കെ ആയിട്ടിരുന്നു. അതിനിടയ്ക്ക് നമുക്ക് ഇവിടെ നിന്ന് കോംപ്ലിമെൻ്ററി ആയിട്ടൊരു ഫോട്ടോ നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പം നമുക്ക് എയർ ഹോസ്റ്റസ് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നു. അങ്ങനെ അതിൻ്റെ പ്രിൻ്റൊക്കെ മേടിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഈ വാവയ്ക്കൊരു കിറ്റൊക്കെ കിട്ടി എമിറേറ്റ്സിൽ നിന്ന്. ആ കിറ്റ് ബേബി കിറ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കിട്ടി ഞങ്ങൾ ഹാപ്പിയായി. വാവയും ഹാപ്പി. അവൻ കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ എഴുന്നേറ്റു. ഞാൻ അവനെ ഫീഡ് ചെയ്തു. നല്ല കുട്ടിയായിട്ട് പാലൊക്കെ കുടിച്ച് ബർപ്പൊക്കെ ചെയ്ത് അവൻ കിടന്ന് കളിക്കാൻ തുടങ്ങി. അപ്പം വാവ ഹാപ്പി ആയിട്ടിരുന്ന് കളിക്കുന്നതാകുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. ഓക്കെ ഫൈൻ. ആക്ച്വലി ആൾക്ക് ട്രാവലൊക്കെ കുറച്ച് ഇഷ്ടമാണ്. അതിപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം പുറത്തൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ടെല്ലാം നോക്കും അങ്ങനെയൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷം. കാരണം അവന് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ട് വലിയ പ്രോബ്ലം ഇല്ല എവിടെയെങ്കിലും പോകാനൊക്കെ ആണെങ്കിൽ. പിന്നെ നാട്ടിൽ ചൂടാണ്. അപ്പം ഈ സമയത്ത് നമ്മൾ നാട്ടിലോട്ട് ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി വാവ അതൊക്കെ സൂപ്പറായിട്ട് മാനേജ് ചെയ്തു. അവൻ ഭയങ്കര അഡ്ജസ്റ്റബിൾ ബേബി ആയിരുന്നു. ആക്ച്വലി ഫ്രണ്ട് സൈഡിലൊക്കെ ക്യാബിനറ്റിൻ്റെ സീറ്റ് കിട്ടും, ബേബി ക്യാബിനറ്റ് ഉള്ളത്. ഇനി നമ്മളങ്ങനെ വീട്ടിലെത്തി. ഫങ്ഷനൊക്കെ കഴിഞ്ഞു. ചെറിയ ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകണം കേട്ടോ. തിരിച്ച് ഞങ്ങളങ്ങനെ വീണ്ടും എമിറേറ്റ്സ് ഫ്ലൈറ്റൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ദുബായിൽ ലാൻഡ് ചെയ്തു. നല്ലൊരു വെക്കേഷൻ, ചെറിയൊരു ഷോർട്ട് വെക്കേഷനൊക്കെ കഴിഞ്ഞ്. വെക്കേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സ്റ്റേക്കേഷൻ പോലെ ആയിപ്പോയി. ഒന്നിനും സമയം ഉണ്ടായില്ല. ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു നാട്ടിൽ. എങ്ങും അങ്ങനെ അധികം ഒന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ ഇനി നല്ലൊരു ചെറിയൊരു വെക്കേഷൻ. ഏട്ടൻ്റെ അച്ഛൻ്റെ അമ്മേനെയൊക്കെ വാവേനെ കണ്ടു. എൻ്റെ പപ്പയും വാവേനെ കണ്ടു. അങ്ങനെ ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും വാവേനെയൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് ദുബായിലെത്തി. നാട്ടിൽ ഭയങ്കര ചൂടാട്ടോ, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അങ്ങനെ നമ്മൾ വന്നു. ഞങ്ങൾ ടോയ്ലറ്റിലൊക്കെ പോയി. വാവയ്ക്ക് വീണ്ടും എയർപോർട്ടിൽ വെച്ച് തന്നെ നമുക്കവിടെ ഫീഡിങ് റൂമുണ്ട്. ഞാൻ ഫീഡൊക്കെ കൊടുത്തു, പാല് കൊടുത്തു. പിന്നെ ഞങ്ങൾ റൂമിൽ വന്നു. അവരുടെ ഡ്രസ്സൊക്കെ മാറി. അങ്ങനെ അവനും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. ഏകദേശം എല്ലാം സെറ്റായി.